കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ധനകാര്യ ബില്ലായ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്നും രാജ്യത്തെ ജനങ്ങൾ ഭരണഘടന നൽകുന്ന അറിയുവാനുള്ള അവകാശത്തിന്റെ ലംഘനമാണിതെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി നടപടി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായ്, JB പർജിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പുറപ്പെടുവിപ്പിച്ചത്. പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് സുപ്രീം കോടതി വിധി കനത്ത തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ സംഭാവനകൾക്ക് മേൽ ഒരു മറ സൃഷ്ടിച്ചതായും വാർഷിക റിപ്പോർട്ടിൽ പാർട്ടികൾ ഈ തുക തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കാണിക്കേണ്ടതില്ല എന്നതുകൊണ്ട് വലിയ തോതിൽ കള്ളപ്പണം ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിമർശനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇക്കാര്യം ശരിവെക്കുക കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധി. 2017-ൽ അരുൺ ജെയ്റ്റ്ലിയാണ് ധനബില്ലിനെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത്. എന്നാൽ എന്താണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി? 2017-ൽ അരുൺ ജെയ്റ്റ്ലിയാണ് ധനബില്ലിനൊപ്പം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത്. 2018 ജനുവരി 29-ന് സർക്കാർ ഇലക്ട്രൽ ബോണ്ട് സ്കീം ചർച്ചയില്ലാതെ പാസാക്കി. ധനബില്ലാക്കാനായിരുന്നു പദ്ധതി അവതരിപ്പിച്ചത്. വിദേശത്തു നിന്നുൾപ്പെടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് സംഭാവന സ്വീകരിക്കാവുന്ന തരത്തിലാണ് നിയമം വിഭാവനം ചെയ്തിരുന്നത്. ഇതിൽ ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം. അതിനായി സ്റ്റേറ്റ് ഓഫ് ബാങ്ക് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയാൽ മതി. നേരത്തെ നിയമപ്രകാരം ഒരു വിദേശ കമ്പനിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഈ സ്കീം വന്നതിന് ശേഷം അതില്ലാതെയായി. 1000, 10,000, ലക്ഷം, 10, 1 കോടി എന്നീ തുകകളുടെ മൂല്യത്തിലാണ് ബോണ്ടുകളുള്ളത്. ഇതിന്റെ ഗുണിതങ്ങളായി എത്ര പണം വേണമെങ്കിലും സംഭാവന ചെയ്യാം. കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന പ്രത്യേക ദിനങ്ങളിലായിരിക്കും ബോണ്ട് വിതരണം. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിലെ ഏതെങ്കിലും 10 ദിവസങ്ങളിലായിരിക്കും ഇത്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാലാവധി 15 ദിവസത്തേക്ക് മാത്രമായിരിക്കും. ഓരോ സാമ്പത്തിക പദത്തിന്റെയും ആദ്യ 15 ദിവസമാകും ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷത്തിൽ 30 ദിവസത്തെ അധികാര കാലയളവിൽ സർക്കാർ നൽകും. ബോണ്ടുകൾ ആരാണ് പങ്ക് നൽകുന്നതെന്നോ ആരാണ് വാങ്ങുന്നതെന്നോ വ്യക്തമാക്കേണ്ടതില്ല. പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാം. ന്യൂഡൽഹി, ഗാന്ധിനഗർ, ഛത്തീസ്ഗഡ്, ബംഗളൂരു, ഭോപ്പാൽ, മുംബൈ, ജയ്പൂർ, ലക്നൌ, ചെന്നൈ, കൊൽക്കത്ത, ഗുവാഹത്തി തുടങ്ങിയ നഗരങ്ങളിലെ 29 SBI ശാഖകൾ വഴി മാത്രമേ ബോണ്ട് വാങ്ങാൻ കഴിയൂ. 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 29A വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിയൂ. അവസാനം നടന്ന പൊതുതെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 1% വോട്ടെങ്കിലും നേടിയിരിക്കണം. സംഭാവന സ്വീകരിക്കുന്ന അക്കൗണ്ട് അതിന് മാത്രമായിരിക്കും. എന്നാൽ എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട്? കള്ളപ്പണം തടയലാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. തിരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിനായി കള്ളപ്പണം ഉപയോഗിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ നിരീക്ഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭാവന ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ട്. കമ്പനികൾ അവരുടെ വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവരുടെ രാഷ്ട്രീയ സംഭാവനകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ കമ്പനികൾ ഈയൊരു വ്യവസ്ഥ ബാധകമാകില്ലെന്ന് ഉറപ്പാക്കാൻ ധനകാര്യ ബില്ലിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇന്ത്യൻ വിദേശ ഷെയ്ൻ കമ്പനികൾക്ക് പോലും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ആരെയും അറിയിക്കാതെ തന്നെ സംഭാവന ചെയ്യാമെന്നായി. ഇത്തരത്തിൽ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നും പരിധിയില്ലാതെ പണം സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം ഒരുക്കുന്നതായാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2018 മുതൽ 2022 വരെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയിൽ 57% നേടിയത് BJP തന്നെയാണ്. രണ്ടാമത് കോൺഗ്രസും മൂന്നാമത് തൃണമൂൽ കോൺഗ്രസുമാണ്. അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ബോണ്ടുകൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തിയിരുന്നു. നഷ്ടപ്പെടുന്നതിലാണ് കമ്മീഷൻ ആശങ്ക അറിയിച്ചത്. പദ്ധതിയോട് എതിർപ്പുണ്ടെങ്കിലും ലഭിക്കുന്ന സംഭാവനകൾ എത്രയെന്ന് കമ്മീഷന് അറിയാൻ കഴിയാത്തത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു വിശദീകരണവും.